കൂടുതൽ രാജ്യങ്ങൾക്കെതിരെ പകരം ചുങ്കം പ്രഖ്യാപിച്ച അമേരിക്ക. ഇന്ത്യക്കെതിരെ 26% ഇറക്കുമതി തീരുവ ചുമത്തി. 34% ചൈനയ്ക്കെതിരെ ചുമത്തിയത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് നികുതി കൂടും. India, very tough, very tough. The Prime Minister just left. He's a great friend of mine, but I said, you're a friend of mine, but you're not treating us right. They charge us 52%. അമേരിക്കയുടെ ചരിത്രത്തിലെ സുവർണ നിമിഷമെന്ന് വിശേഷിപ്പിച്ചാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ കണക്കുകൾ പുറത്തുവിട്ടത്. ആഗോള സാമ്പത്തിക വ്യാപാര രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ആ പ്രഖ്യാപനത്തിൽ എന്തൊക്കെയാണ്? അമേരിക്കയിലേക്കുള്ള എല്ലാ ഇറക്കുമതിക്കും കുറഞ്ഞത് 10% തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ 60 രാജ്യങ്ങൾക്ക് ഇരട്ടിപ്രഹരവും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇനി 26% ഇറക്കുമതി തീരുവ നൽകണം. ചൈനയ്ക്ക് 34%, ജപ്പാൻ 24%, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് 20%, വിയറ്റ്നാമിന് 46%, തായ്വാന് 32%വുമാണ് പകരം തീരുവ. അതായത് ഈ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അമേരിക്കക്കാർക്ക് അധിക വില നൽകേണ്ടി വരും. പുതിയ പ്രഖ്യാപനത്തോടെ അമേരിക്കയിൽ കൂടുതൽ വ്യാവസായിക വളർച്ചയും ആഭ്യന്തര നികുതികൾ കുറയ്ക്കാനും കഴിയുമെന്നാണ് ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമിത തീരുവ ഈടാക്കുന്ന രാജ്യങ്ങൾക്കെതിരെ മാത്രമാണ് നിലവിലെ നടപടിയെന്നാണ് ട്രംപിന്റെ വാദം. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? തീരുമാനം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ കാര്യമായി ബാധിക്കാൻ ഇടയുണ്ട്. വസ്ത്രം, ഇലക്ട്രോണിക്സ്, മത്സ്യക്കയറ്റുമതി തുടങ്ങി വിവിധ മേഖലകളെ ഇത് ബാധിച്ചേക്കാം. എന്നാൽ ഫാർമസി മേഖലയ്ക്ക് ഇളവുള്ളതിനാൽ ഇന്ത്യക്ക് ആശ്വാസമാണ്. മാത്രമല്ല, തായ്വാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കാൾ നികുതിയുള്ളതിനാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ ചിലതിന് മാർക്കറ്റ് കൂടാമെന്നും കണക്കുകൂട്ടുന്നു. കേരളം ഉറ്റുനോക്കുന്നത് മത്സ്യക്കയറ്റുമതിയെ എങ്ങനെ ബാധിക്കുമെന്നതാണ്. പ്രത്യേകിച്ച് ചെമ്മീൻ. $400 കോടി മത്സ്യമാണ് പ്രതിവർഷം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. തുടർ തീരുമാനം നിർണായകമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.